തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറും എന്നൊരു വാർത്ത കൂടിയുണ്ട്. ഇന്നിപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറ്റ് നടക്കുക. രാവിലെ 11-നും 12-15-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റ്. ജെയ്സൺ ചാമോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ, ഇന്നിപ്പോൾ കൊടിയേറ്റ് നടക്കുകയാണ് തൃശൂർ പൂരത്തിന്. ഒപ്പം തന്നെ ഹൈക്കോടതി നിർദ്ദേശവുമുണ്ട്. മതപ്പാടും അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുമുള്ള ആനകളെ ഈ പൂരത്തിന് പങ്കെടുപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ്. അതോടുകൂടി വനംവകുപ്പ് നിബന്ധനകൾ കർശനമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിബന്ധനകൾ കർശനമാണെങ്കിൽ ആനകളെ വിട്ടുതരില്ല എന്ന നിലപാടിലാണോ ആനയുടമകൾ? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, പ്രധാനമായും തൃശ്ശൂർ പൂരം തന്നെയാണ്. പൂരത്തിൻ്റെ കൊടിയേറ്റാണ് ഇന്ന് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവമ്പാടി ക്ഷേത്രത്തിലാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്ന് വരുന്നുണ്ട്. ഏകദേശം 11-നും 12-കാലിനും ഇടയിലാണ് രണ്ട് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടക്കുക. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രം, അതുപോലെ തന്നെ ഘടക പൂരങ്ങളായ 8 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടക്കും. ഈ 8 ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവിലും 11-നും 12-കാലിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് നടക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ തിരുവമ്പാടിയുടെ പ്രസിഡന്റ് ഗിരീഷ് കുമാർ നമ്മോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നത്? ഏകദേശം എത്ര സമയമാവും? 11-നും 11:30 ഇടയിൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടിയിൽ കൊടിയേറും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് കൊടിമരം സെറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ അവകാശികളായിട്ടുള്ള ആശാരി കുടുംബത്തിലെ 2 പ്രതിനിധികൾ സുന്ദരനും സുജിത്തും ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 9:15 തൊട്ട് ഇവിടെ മേളം ആരംഭിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മണിക്ക് ശ്രീമൂലസ്ഥാനത്തേക്കുള്ള എഴുന്നള്ളിപ്പുണ്ട്. ഇതൊക്കെ തുടർച്ചയായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും തുടർച്ചയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പിൾ വെടിക്കെട്ടൊക്കെ സാമ്പിൾ വെടിക്കെട്ട് 17-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ്. അന്ന് കാലത്ത് നമ്മളിവിടെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ ആനച്ചമയ പ്രദർശനമുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിരുവമ്പാടിയിലെ തന്നെ ഏറ്റവും വലിയ ആനയായ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പാലപ്പൂ നെറ്റിപ്പട്ടം കെട്ടിയിട്ട് ഇന്ന് മാത്രമാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് മാത്രമാണ് ഈ പാലപ്പൂ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടിയേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആനകളുടെ വിഷയമാണ്. ആനകളുടെ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട്, വനംവകുപ്പ് പുറത്തിരിക്കുന്ന സർക്കുലർ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വനംവകുപ്പിൻ്റെ സർക്കുലർ പ്രകാരം 3-4 നിർദ്ദേശങ്ങളുണ്ട്. ഇതിനെതിരെ ആന ഉടമകളുടെ സംഘടന, അതുപോലെ തന്നെ പാപ്പാന്മാരുടെ സംഘടന, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി എന്നിവരെല്ലാം രംഗത്തെത്തി കഴിഞ്ഞു. ഇന്ന് അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഉച്ചയ്ക്ക്. പ്രധാനമായും 50 മീറ്റർ അകലെ മാത്രമേ പൂരത്തിന് മേളം കൊട്ടുന്ന ആളുകളും അതുപോലെ മേളവും ആനയും തമ്മിലുള്ള അകലം 50 മീറ്റർ വേണമെന്നാണ് ഒരു നിബന്ധന. മറ്റൊന്ന്, ആനകൾ തമ്മിലുള്ള അകലം 1 മീറ്റർ വേണമെന്നാണ്. അടുത്തത്, പ്രശ്നങ്ങളുണ്ടാക്കിയ മുൻകാലങ്ങളിൽ ആളുകളെ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ആനകളെ തൃശ്ശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം. ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ സർക്കുലർ 11-ാം തീയതി വനം വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സർക്കുലർ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ആന ഉടമകളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത്. അത് ശക്തമായി മുന്നോട്ട് പോവുകയും ഹൈക്കോടതി ആ നിലപാട് ശക്തമായി നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്നതുകൂടി നമുക്ക് ശ്യാമിനോട് ചോദിച്ചിട്ട് വരാം. ജെയ്സൺ, ശ്യാം ദേവരാജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. തൃശ്ശൂർ പൂരം 19-ാം തീയതിയാണ്. ഇന്നിപ്പോൾ കൊടിയേറ്റമാണ്. ശ്യാം ദേവരാജ്, ഹൈക്കോടതി കർശന നിബന്ധനകളാണോ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്? ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ എഴുന്നള്ളിക്കുന്നത് വിലക്കണമെന്നാണോ ഹൈക്കോടതി പറയുന്നത്? അമിക്കസ് ക്യൂറി പരിശോധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ വനം വകുപ്പ് നിബന്ധനകൾ കടുപ്പിക്കുക അല്ലാതെ മാർഗമില്ലല്ലോ, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം കർശനമായ നിബന്ധനകളോടുകൂടി മാത്രമേ ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കാനാവൂ. എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹൈക്കോടതിക്ക് നൽകണം എന്ന കാര്യമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 16-ാം തീയതി റിപ്പോർട്ട് നൽകണം എന്ന കാര്യം വനംവകുപ്പിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണം. ഒപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പാക്കണം എന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ 17-നാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തൃശ്ശൂർ പൂരത്തിൽ എഴുന്നള്ളിക്കണോ എന്ന കാര്യത്തിൽ 17-ന് ഹൈക്കോടതി തീരുമാനമെടുക്കുകയും ചെയ്യും. എന്തായാലും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ കർശനമായ നിബന്ധനകളാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ചും വനംവകുപ്പിന് നൽകിയിരിക്കുന്നത്.